അവധിയൊക്കെ അല്ലേ, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കട്ടെ, നോയമ്പും കഴിക്കും. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് വെച്ചിട്ട് നമുക്ക് ഒരു ബ്രോസ്റ്റ് ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണേ. എന്നാൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിന് ഞാൻ കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്ത് ചെറിയ പീസാക്കി ഇങ്ങനെ എടുത്തിട്ട് നോക്കിയേ, കണ്ടോ, കനം കുറച്ച് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുക. ഇതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, വായോ. നമ്മൾ ഈ ബോൺലെസ് പീസിനകത്തേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് അവിടെ ഇരിക്കണം. അതവിടെ ഇരിക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്കിതിനൊരു മസാല ഉണ്ടാക്കണം, അതൊക്കെ കാണിച്ചു തരാവേ. ചിക്കനെ നമ്മൾ നാരങ്ങ നീരും ഉപ്പും കൂടെ ചേർത്ത് പുരട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്കൊരു അരപ്പ് വേണേ. അതിലേക്ക് ഇതിന് തേച്ച് പിടിപ്പിക്കാൻ ഒരു മസാല വേണം. അതിൽ നമ്മൾ എടുക്കുന്നത് പച്ചമുളകാണേ. പച്ചമുളകും കറിവേപ്പില, മല്ലിച്ചപ്പ്, ഒരു പിടുത്തം മല്ലിച്ചപ്പ്, കുറച്ച് പുതിന, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയാണേ. കുറച്ച് ചെറുനാരങ്ങയും കൂടെ കൂട്ടി നമുക്ക് അങ്ങ് അരയ്ക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഇതെല്ലാം എടുത്തിടാം. ഒരു പിടുത്തം മല്ലിച്ചപ്പ് ഇട്ടു, കുറച്ച് പുതിന ഇട്ടു, ചെറിയുള്ളി ഞാൻ 8-10 ചെറിയുള്ളി ഇട്ടു, ഒരു കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, എരിവിന് പാകത്തിന് പച്ചമുളക് മതി. കുറച്ച് ഉപ്പും മസാലയ്ക്ക് പാകത്തിനുള്ള ഉപ്പിടണേ. ചെറുനാരങ്ങ നീര്, 1 സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരും. നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നറിയോ, ഈ മസാല എടുത്തിട്ട് ഇതിലൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇതെന്നിട്ടൊരു 1/2 മണിക്കൂർ വെക്കണം കേട്ടോ, എന്നാലേ ഇതിലെല്ലാം പിടിക്കുകയുള്ളൂ. കുറച്ച് മസാല ഇങ്ങനെ വെക്കുകയും വേണേ, വേറൊരു ആവശ്യമുണ്ട്. ഇങ്ങനെ നമ്മുടെ ചിക്കൻ ഒരു 1/2 മണിക്കൂർ ഒന്നിരിക്കട്ടെ. അത് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് വരാം കേട്ടോ. 1/2 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ചീനച്ചട്ടിയൊക്കെ റെഡിയാണേ. ഇതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ 1/2 മണിക്കൂർ റെസ്റ്റിന് വെച്ച നമ്മുടെ ചിക്കൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ എണ്ണ ചൂടാവുകയും ചെയ്യും. വേഗം വറുത്തെടുക്കാം. എണ്ണ ഇരുന്ന് ചൂടായിക്കോട്ടെ, ആ സമയത്ത് ഇവിടെ നമുക്ക് പണിയുണ്ട്. നമ്മൾ ആദ്യം തന്നെ കണ്ടോ, നമ്മുടെ ചിക്കനില്ലേ, 1/2 മണിക്കൂർ പുരട്ടി വെച്ച ചിക്കൻ ആദ്യം നമ്മൾ മൈദയിലാണ് മുക്കുന്നത്. മൈദയിലൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ മുട്ട അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയിൽ മുക്കി, നമ്മുടെ ബ്രെഡ് പൊടിയിൽ മുക്കി, കണ്ടോ, എടുത്ത് വയ്ക്കാം. ഇങ്ങനെയെല്ലാം നമുക്ക് സെറ്റാക്കി എടുക്കാവേ. നമ്മുടെ ചിക്കനെല്ലാം നോക്കിയേ, നല്ല പോലെ എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ആ സമയം കൊണ്ട് ചൂടാവുകയും ചെയ്തു. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. നല്ല പോലെ എണ്ണ തിളച്ച് കഴിഞ്ഞിട്ട് ഇതിട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തീ കുറച്ച് വയ്ക്കണേ. ചിക്കനൊക്കെ ഒന്ന് വേഗണ്ടേ, എന്നാൽ കളറ് മാറാനും പാടില്ല കേട്ടോ. നമ്മൾ എടുത്തു വച്ചിരുന്ന നമ്മുടെ ബാക്കിയുള്ള മസാലയില്ലേ, അതിനകത്ത് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഒരു ഡിപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് മുക്കിയാണ് നമ്മൾ കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കേണ്ടി വരും. ഒരു നുള്ളുപ്പും കൂടെ. നമ്മുടെ ഇതിങ്ങ് കോരിയെടുക്കണം.
കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാട്ടോ. ഉണ്ടാക്കി കൊടുക്കണേ. അങ്ങനെ നമ്മുടെ ബ്രോസ്റ്റ് ഇങ്ങനെ ആയിക്കോട്ടിരിക്കുന്നുണ്ട്. ഇതാ ഒരെണ്ണം തിന്ന് കാണിക്കാം. നോയമ്പൊക്കെ കഴിഞ്ഞല്ലോ, തിന്നത് നമ്മുടെ ആ ഡിപ്പിനകത്ത് മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കണം കേട്ടോ. നല്ല ചൂടാണ്, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അറിയാതെ ചൂട് കടിച്ചു പോയി. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ. നല്ല ടേസ്റ്റാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഉണ്ടാക്കി കൊടുക്കണേ.